ക്ഷീണം വരാൻ അതിന് മാത്രം ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ക്ഷീണം വരാൻ മാത്രം നീ വാന്ന്. പറ്റുന്നില്ലടാ, ക്ഷീണായിട്ടാണ്, മൊത്തത്തിൽ വേദനയും. അതല്ലേ ഞാൻ പറഞ്ഞു, ഇന്നലെ അതിന് മാത്രം ഞാൻ എന്നാ ചെയ്തിന്. ചെറിയ അതിന് മാത്രം ഇന്നലെ ഞാൻ എന്നാ ചെയ്തിന്, വേദനയൊക്കെ വരാൻ മാത്രം. നിന്റെ ആ ഉരുക്ക് പോലത്തെ കയ്യിനെ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചില്ലേ അമർത്തിയിട്ട്? ഓ, ഉരുക്ക് പോലത്തെ കൈ കൊണ്ട് പിടിച്ചമർത്താന് നീ തന്നെ ഒരു ഉരുക്കല്ലേ, പിന്നെന്നാ എന്റെ കൈയല്ലേ ഉള്ളു ഉരുക്ക് പോലത്തെ, വേറെ ഒന്നും ഉരുക്ക് പോലെ തോന്നിയിട്ടില്ല. ഇനി മൊത്തത്തിൽ ഇരിക്ക, അപ്പൊ കയ്യിനെ കൊണ്ട് പിടിച്ചാലുള്ള അവസ്ഥ നോക്ക്. അത് ചെറിയൊരു പിടുത്തല്ലേ. നീ ഒരു കാര്യം ഇങ്ങോട്ട് വാ. ഇന്നലെ എനിക്ക് എവിടെയാന്ന് വേദന വന്നേ? എനിക്ക് മൊത്തത്തില് വേദനയായിരുന്നു. മൊത്തത്തില് വേദന ഡ്രസ്സിംഗ് റൂം എന്നുള്ള പിടുത്തത്തിലായിരിക്കും പണി വന്നേ. നീ എപ്പാണ് വേദനിപ്പിക്കാനുള്ളത്? ഓ, എല്ലാം കൂടി ഇപ്പൊ അങ്ങനെയാ. എനിക്ക് വേദനിക്കാൻ ഭയങ്കര ഇഷ്ടല്ലേ, അതല്ലേ വേദന. എന്ത് വേദന വന്നിന്? അതൊക്കെ ഒരു സുഖമായിട്ടല്ലേ എടുക്കുക. എന്തായാലും ഞാനിന്നില്ല, നീ എത്ര പറഞ്ഞാലും ഞാൻ വരില്ല. അങ്ങനെ പറയല്ല, നീയില്ലേ പിന്നെ ഇവിടെ എന്ത് രസം, എന്ത് സുഖം, എന്ത് ജിം. എനിക്ക് നാളെ സുഖത്തിന് കുറവ്. എത്ര ആൾക്കാരുണ്ട്? ആൾക്കാരുണ്ടായിട്ടല്ല, നീ ഉണ്ടെങ്കിലേ നമുക്ക് സുഖമുള്ളൂ. നീ വാ. പിന്നെ നീ വാ, എന്നിട്ട് നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് പോവാം. മേലും കൈ വേദന ഉണ്ടെങ്കിലേ വേറൊന്നും ചെയ്യണ്ട, നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം. അവർക്ക് ഇതെല്ലാം ആരാ പറഞ്ഞു കൊടുക്കുവോ? അവർക്ക് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കി അതെല്ലാം അവർ ചെയ്തോളൂ. ഞാൻ നിനക്ക് പറഞ്ഞു തരാലോ. ഞാൻ പറഞ്ഞ പോലെ നീ എന്റെ അതങ്ങനെ തന്നെയല്ലേ. എനിക്കല്ലേ ഒരിക്കിന്റെ ആവശ്യം, ഞാൻ എനിക്ക് ഒരിക്കിങ്ങനെ തന്നോണ്ടേ ഇരിക്കണ്ടേ. നീ ഇനി ഇത് കളിക്കുന്നതെല്ലാം കുറക്കണം കേട്ടോ. എടി കളിക്കുന്ന കുറക്കണോന്ന് പറഞ്ഞാല് അതെവിടെയാ ശരിയാവുക? ശരിയാവുന്നില്ല. എനിക്ക് ശരിയാകുന്നില്ല. അതിന് നീ മറ്റേ കളി കുറച്ചാൽ മതി, നമ്മളെ കളി നടക്കട്ടെ. എല്ലാ കളിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കളിയല്ല, നീ ഞാനല്ല വീട്ടിൽ പോയിട്ടുള്ള കളി നീ കുറച്ചാൽ മതി. അതിന് പകരം നീ നമ്മള് കളിക്കുന്ന കളി കൂട്ട്. നീ എന്ത് ഞാൻ ഇല്ല കേട്ടോ, എനിക്ക് പറ്റുന്നില്ല. നീ ആരും ഒറ്റക്ക് കളിക്കും. ഒറ്റക്ക് നീ ഇല്ലാണ്ട് ഞാൻ എന്ത് കളി കളിക്കണ്ട? നീ വാ, നീ വന്നിട്ട്. എനിക്കറിയാം ഒറ്റക്ക് കളിക്കണ്ട. അതല്ല, നീ വന്നാലല്ലേ ഒരു അരങ്ങുണ്ടാവുള്ളൂ. മറ്റേ വന്നാല് പാട് പഠിപ്പിക്കും. ഒരു പാടും പഠിപ്പിക്കൂല. ഇന്ന് വന്നാല് അധികം പാടൊന്നുമില്ല. ഒന്ന് എന്താ പറയാ, ആ പോട്ട് നമുക്ക് ഡ്രസ്സിംഗ് റൂം തന്നെ ആക്കാം. അല്ല, അപ്പൊ ഞാന് പിന്നെ ഒരു രാവിലെ വേണ്ട, ഒരു ഉച്ചക്ക് വന്നാലും ആരും ഉണ്ടാവില്ല. ഉച്ചക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഉച്ചക്ക് പോവാ. ഉച്ചക്കാകുമ്പോ വെച്ചാല് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ 2 കളി നടക്കും. അധികം ആള് പിന്നെ നമുക്ക് പക്ഷെ അങ്ങനെ അധികം ആളുണ്ടാകുമ്പോ നമ്മളെ ശ്രദ്ധിക്കൂല. നമുക്ക് നമ്മളെ ഇത് പോയെന്നായിരിക്കും മനസ്സിലാവൂല. അത് വേണ്ട, ഇപ്പം തന്നെ ആള് ഓരോന്ന് പറയാൻ തുടങ്ങി. ഓ, പിന്നെ അതൊക്കെ വെറുതെ നിനക്ക് തോന്നി, ആരും ഒന്നും പറയാനൊന്നുമില്ല. ചോദിച്ചല്ലോ. ആര് എന്ത് ചോദിക്കാൻ? അതൊക്കെ നമ്മൾ ഇഷ്ടല്ലേ. നീ വേറെ ആരൊന്നും ചോദിക്കൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ പോലെ ഒന്നും ചെയ്യൂല. ചെറിയ രീതിയിലൊക്കെ ചെയ്യവാ. ചെറിയ രീതിയില് എനിക്ക് താങ്ങുന്നില്ല. വെറ്റ് താങ്ങണ്ട, ഞാൻ നിന്നോളൂ. നീ നിന്നാ മതി. അല്ല, എനിക്ക് ശരിയാവുന്നില്ല കേട്ടാ. അതെന്താന്ന്
ഞാനിനി വരാണ്ടിരിക്കുവേ. പിന്നെ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരൂല്ലേ? ഉം? ഉം. പിന്നെ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരൂല്ലേ? ഉം. ഉം. നീ ഇപ്പൊ ഇങ്ങോട്ടും വരണ്ട, എവിടെയും വരണ്ട. ഞാൻ ഉച്ചക്ക് അങ്ങോട്ടേക്ക് വരാം. എന്നാ എന്റെ പ്രശ്നം തീരുമല്ലോ. ആ, ഉച്ചക്ക് ഇങ്ങോട്ട് വന്നാ മതി, എന്റെ പ്രശ്നം തീരും. പ്രശ്നം തീരുന്നല്ല, പ്രശ്നം തീർക്കണം എനിക്ക്. ഇന്നലത്തെ നീ ഇന്നലെയും പറഞ്ഞില്ലേ മേലിഞ്ചി വേദന, അത് ഇന്നലെ തന്നെ ശരിക്കും മാറ്റില്ല. നീ എന്നെ കളിപ്പിച്ചിട്ട് എനിക്കിപ്പോ കിടന്നുറങ്ങാൻ വരെ പറ്റാത്ത അവസ്ഥ. അല്ല, കളിപ്പിക്കുന്നില്ല, നമ്മളെ കളി നടന്നാ മതി. കളിപ്പിക്കുന്നവരോട് ഇന്ന് കളിക്കല് മാത്രമേ ഉള്ളൂ. എന്നോട് എന്നിട്ട് വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞ് നീ ജിമ്മിൽ പോണ്ടാന്ന്. അതിനെന്താന്ന്, നീ പോണ്ടാതെ നീ ഇവിടെ വന്നിട്ട് നീ ജിമ്മ് ഇപ്പൊ നീ കളിച്ച നമ്മളെ കളിയല്ലേ നടക്കുന്നുള്ളൂ. അതെനിക്ക് പറഞ്ഞുകൂടെ? ഞാൻ പറ്റി ജിമ്മൊന്നും കളിക്കില്ല, വീട്ടിൽ നിന്ന് നടക്കാതെ കളി അവിടെ പോയിട്ട് കളിക്കുന്നതാന്ന് അങ്ങനെ പറഞ്ഞൂടാ. എനിക്ക് 2 കളിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞേ? 2 കളി കളിക്കണ്ട, 1 കളി കളിച്ചാ മതി. അപ്പൊ പിന്നെ ഞാൻ കാശ് തരുന്നതിനേക്ക് കാശ് തരുന്നോ? കാശ് തരുന്ന വരുന്നതിനും അല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തരുന്നില്ലേ? ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് തരുന്നില്ലേ? അതുകൊണ്ട് പോവാ. അല്ല, നീ കാശ് വാങ്ങിയിട്ട് നിന്റെ കളി ഇല്ലാണ്ട് പിന്നെ ശരിക്കും കളി കളിക്കുന്നില്ലല്ലോ ഞാൻ. അതെ, നീ കളിക്കാതാണല്ലേ. അടുത്തൊരു കാര്യം ചെയ്യാം, അടുത്ത മാസം തൊട്ട് എനിക്ക് കാശ് തരേണ്ട വന്നാൽ മതി. പക്ഷെ നമ്മളെ കളി കഴിയാ, അത് കഴിഞ്ഞിട്ടാ പിന്നെ കുറച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കുറച്ചൊന്ന് കളിച്ച് വേർത്ത് സെറ്റായി. ഈ കളികൾ തന്നെ വേർക്കുമല്ലോ. ഇല്ല, ഞാൻ അടുത്ത മാസം നിർത്തിയാലോ. നിർത്തണ്ട, കാശിന്റെ ബുദ്ധിമുട്ടാണ്. നീ കാശ് തരണ്ട, നീ വന്നാ മതിയടൂ. കാശിന്റെ ബുദ്ധിമുട്ടല്ല, എനിക്ക് മൊത്തത്തില് വേദന. അതൊക്കെ വെറുതെ, മൊത്തത്തില് വേദന ആക്കാണ്ട് നമുക്ക് കളിക്കാം. നീ അതൊക്കെ താങ്ങാൻ പറ്റാതെ വീട്ടിൽ എടുപ്പിക്കുന്നില്ലേ? അതെപ്പോഴെങ്കിലും അല്ലേ, പിന്നെ അവിടെ വരുമ്പോ ആൾക്കാർ മനസ്സിലാണ്ട് കളിക്കാൻ തന്നെ വരുന്ന ആൾക്കാർക്ക് തോന്നണ്ടേ. ഇല്ലാണ്ട് വിചാരിക്കല്ലേ ഇതര കളി മാത്രം കളിച്ചിട്ട് വിടുന്നു. അല്ലേ നീ ഞാൻ പറഞ്ഞല്ലേ, നീ എന്തിനാ കളിക്കുന്നത്? ജിമ്മെന്തിനാ ചെയ്യുന്നത്? എല്ലായിടത്തും എനിക്ക് വേണ്ട നല്ല സാധനമുണ്ട്. പിന്നെ വെറുതെ ഒരു വ്യായാമത്തിന് വേണ്ടി കുറച്ചു നേരം കളിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളെ കളി കളിക്കുക. നമ്മളെ കളി അത്ര മോശം കളിയൊന്നുമല്ല, അതും ഒരു വ്യായാമം തന്നെയാണ് കേട്ടോ. ആ, ഇതിനേക്കാളും വ്യായാമമുള്ള കളിയാണ്. എന്താ അല്ലേ? പക്ഷെ ആ വ്യായാമം ഞാനാ കൂടുതൽ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ആ, കുറച്ചല്ലേ, അതിനേക്കാളും കൂടുതൽ ഞാനല്ലേ ചെയ്യണ്ടേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്നലെ വേദന എന്ന് പറയാം, അതിന് മാത്രം എന്താണോ വൈകുന്നേരം ഇന്നലെ നമ്മള് ബാക്കെന്നല്ലേ വീട്ടിലെല്ലാം എടുത്തിന്. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതെന്തെന്ന് താങ്ങാൻ പറ്റാണ്ട്? എന്നെ എടുപ്പിച്ചേ. ഓ, അത് എന്നാ പറയണ്ടേ? അത് പിന്നെ പറയണം. ബാക്കെന്നുള്ളത് എനക്കെന്നുള്ള ഒരു എല്ലാവർക്കും സുഖമുള്ള കാര്യം തന്നെ. പക്ഷെ ബാക്കെന്ന് നന്നായിട്ട് കളിക്കാൻ അറിയാം, അല്ലേ കട്ടയും പടം മുടങ്ങി പോകും കേട്ടോ. അതെനിക്ക് ശരിയാകുന്നില്ല കേട്ടാ. ഓ, എന്തെന്ന് ശരിയാകുന്നില്ല എന്ന്? കറക്റ്റ് ബാക്ക് ഇങ്ങനെ കാണിച്ചു നിന്ന് കഴിഞ്ഞാല് ബാക്കിന്റെ കളി എന്ന് പറഞ്ഞാൽ അത് ഒരു കളിയല്ലേ. അതെനിക്ക് വീട്ടിൽ നിന്നൊന്നും കിട്ടൂല അമാതിരി കളിയൊന്നും. നമ്മള് പ്രത്യേക ട്രെയിനിങ്ങിലൂടെ പഠിച്ചിട്ട് ചെയ്യുന്ന കളിയാ, അതല്ലേ? അതുകൊണ്ട് അവരെ പോയി ഉച്ചക്കോ